സോറി, കുറച്ച് ലേറ്റായി പോയി. സോറി ഫോർ ഡിലേ. ഷോൺ, ഈ പരിപാടി ഞങ്ങൾ ആക്ച്വലി പ്ലാൻ ചെയ്ത ഒരു പ്രോഗ്രാം അല്ല. ബേബി ഷവർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓർമ്മയൊന്നും ഇല്ലാത്തതാണ്. ഞങ്ങൾ പഴയ ആൾക്കാരാണ്. സോറി, കപ്പിൾ ഓഫ് പീപ്പിൾ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് അവർ ലാംഗ്വേജ്. സോറി, ഐ വിൽ ട്രാൻസ്ലേറ്റ് മൈ വൈഫ് ടു ട്രാൻസ്ലേറ്റ് ഫോർ യു ലേറ്റർ ഓൺ. ഓക്കെ, ബേബി ഷവർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയത്തില്ല. ഇതൊരു ഫാമിലി ഗെറ്റ് ടുഗദർ ആണ്, പ്ലസ് ഒരു ടെസ്റ്റിമണിയും കൂടാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും 40+ ആണ്. വി ആർ 40+. കൃത്യമായിട്ട് 40+ പോലെ 40 മെൻ നോട്ടി എന്നല്ല പറയുന്നത്. ഞാൻ നോട്ടി ആയില്ല, ഫാദർ ആയി. പിന്നെയും ആദ്യത്തെ തന്നെ ഞങ്ങൾ 2 വർഷം കഴിഞ്ഞിട്ടാണ് ഷോണിനെ ഞങ്ങൾക്ക് കിട്ടിയത്. അത് ട്രീറ്റ്മെന്റിന് ശേഷമാണ് ഞങ്ങൾക്ക് 2 വർഷം കഴിഞ്ഞ് കിട്ടിയത്. അത് കഴിഞ്ഞു 2 വർഷം കഴിഞ്ഞ് ഞങ്ങൾ ട്രൈ ചെയ്തു. പിന്നെ ഡോക്ടർ പറഞ്ഞു ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളത് വിട്ടു. പിന്നെ 40 ആയപ്പം ഞങ്ങൾ യൂറോപ്പ് ട്രിപ്പൊക്കെ പോയി, സ്വിറ്റ്സർലൻഡൊക്കെ പോയി, ഹൈക്കിങ് ചെയ്തു. സ്വിറ്റ്സർലാൻഡിലെല്ലാം അടിച്ചു പൊളിച്ചു വന്നു. ബഞ്ചിങ് ചെയ്തു. ചെയ്യാത്ത കാര്യമെല്ലാം ചെയ്തപ്പം 2 മാസം ഗർഭിണിയായിരുന്നു, അറിഞ്ഞില്ല. സോ ദാറ്റ് ഈസ് ഫ്രം ദ ഗോഡ് ഗിഫ്റ്റ്. സോ ദൈവത്തിനെ കൊണ്ട് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്നുള്ളതിലാണ്. ഞാൻ വലിയ റിലീജിയസ് പേഴ്സൺ അല്ല. ബട്ട് ഐ ബിലീവ് ഇൻ ജീസസ്, ഐ ബിലീവ് ഇൻ ഗോഡ്. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. നമുക്കെല്ലാം വേണം, മനുഷ്യനായാലും എല്ലാം വേണം. എനിക്ക് പാർട്ടിയുണ്ട്, കമ്മ്യൂണിസ്റ്റ് ഉണ്ട്, ദൈവത്തിനോട് വിശ്വാസമുണ്ട്, ഫ്രണ്ട് സർക്കിൾ ഉണ്ട്. സോ വി നീഡ് എവരിതിങ്, നോട്ട് ഓൺലി വൺ തിങ്. അതേ ഉള്ളൂ. പിന്നെ 14 വർഷം കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒരു കൊച്ചിനെ കൊണ്ടുപോയി ദൈവത്തിന് നന്ദി പറയുന്നു. ഇതാണ് എൻ്റെ മോൻ ഷോൺ. അവന് 14 year ആയി. സോ വി ആർ ഗോയിങ് ടു ബി 14 year gap. I will hand over to my son, read the Bible and say thank you Jesus. Thank you again everyone to join with us. It was great pleasure to meet you all. I know it's valuable time for you guys. Spend time on Sunday. How many hours you are spending with us for this small program? I'm really thankful and thankful. I will pray for you, make you reach everyone. So don't need to work from God. I will pray for that. Thank you. Brothers and sisters, a reading from the book of Hebrews, chapter 11, verses 8 to 16. By faith, Abraham obeyed when he was called to set out for a place that he was to receive as an inheritance. And he set out, not knowing where he was going. By faith, he stayed for a time in the land he had been promised, as in a foreign land, living in tents, as did Isaac and Jacob, who were heirs with him of the same promise. For he looks forward to the city whose foundations was an architect and a builder is God. By faith he received power of procreation, even though he was too old and Sarah herself was barren, because he considered him faithful who had promised. Therefore from one person, and this one as good as dead, descendants were born, as many as the stars of heaven, and as the innumerable grains of sand by the shore. All these died in faith without having received the promises, but from a distance they saw and greeted them. They confessed that they were strangers and foreigners on the earth. For people who speak in this way make it clear, and they are seeking a homeland. If they had been thinking of the land they had left behind, they would have had the opportunity to return. But as it is, they desire a better country, that is a heavenly one. Therefore God is not ashamed to be called their God. Indeed, He has prepared a city for them. This is the word of the Lord. Thank you Sean. ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയാൻ കൂടി എടുക്കുവാണ്. മെന്നിന് 40 ആകുമ്പം ഫാദർ ആകാൻ എളുപ്പമാണ്, അവർക്കായിട്ടൊന്ന് ഡേ മതി. പക്ഷേ വുമൻസിന് 40 ആകുമ്പം നന്നായി 5 days വർക്ക് ചെയ്ത് വീട്ടിലെ കാര്യങ്ങൾ നോക്കാനും ഭയങ്കര പാടാണ്. അതിനൊത്തിരി താങ്ക് യു പറയുന്നു. നിഷ, ഐ ലവ് യു ലോഡ്. താങ്ക് യു വെരി മച്ച്. ഞാൻ എൻ്റെ മോനോടും 14 year ആയി, അവന് അപ്പനോടും അമ്മയോടും, എനിക്കും എൻ്റെ അപ്പനോടും അമ്മയോടും എൻ്റെ ജീവനാണ്. അവർക്ക് കണ്ണ് ഞാൻ കൊടുക്കുന്ന ആളാണ്. അതുപോലെ തന്നെ ദൈവം എനിക്ക് തന്ന ഒരു മോനാണ്, ഏഞ്ചലാണ് എൻ്റെ ഷോൺ. സോ ഷോൺ, നിഷ want to talk to you anything? Okay, നമുക്ക് കേക്ക് കട്ടിങ് ചെയ്യാം. Some of you know about the gender, but we just make like a formal gender reveal. Okay, we are going to cut the cake.